ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മിനെ വിളിക്കുകയാണ് ഗീതുവും രേഖയും അതുപോലെ തന്നെ പ്രിയയും കൂട്ടി. വിജയലക്ഷ്മി ഗീതു മോളാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ മാഡം, ഞാൻ വീട്ടിലെത്തിയായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട് നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ട് രാധിക അമ്മ ഒരു വശത്തുനിന്ന് പൊളിച്ച് തുടങ്ങിക്കോ മോളെന്ന് പറയാണ്. അതൊക്കെ തുടങ്ങി അമ്മേ, തുടങ്ങി മാഡം എന്നിങ്ങനെ പറയുന്നുണ്ട്. ശേഷം ദേ എൻ്റെ അടുത്ത് 2 പേരുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയ പറയുന്നുണ്ട് മാഡം എൻ്റെ പേര് പ്രിയ എന്നാണ്, ഞാൻ ഗോവിന്ദേട്ടൻ്റെ അനിയത്തിയാന്ന് പറയുമ്പോൾ എനിക്കറിയാം മോളെ, ഗോവിന്ദൻ മോളെ പോലെ കാണുന്ന അനിയത്തി എന്ന് പറയാണ്. അതിനുശേഷം രേഖ പറയേണ്ട ഹലോ മാഡം, മാഡത്തിന് എങ്ങനെയാണ് അമ്മയായിട്ട് ഇത്ര പരിചയം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് മോളെ എന്നൊക്കെ പറയേണ്ടത്. ഞങ്ങളെയൊക്കെ നന്നായിട്ട് അറിയാലോ മാഡത്തിനെന്ന് പറയുമ്പോൾ അതൊക്കെ അറിയാം മോളെ, എൻ്റെ സംഗീതമാണ് എൻ്റെ മെയിനെങ്കിലും കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ ബിസിനസ്സുകാരെയും എനിക്കറിയാമെന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ ലൗഡ് സ്പീക്കറൊക്കെ ഓഫ് ചെയ്തിട്ട് ഗീതു സംസാരിക്കുകയാണ്. അമ്മ അടുത്ത് തന്നെ ഉണ്ടെന്ന് ഗീതു പറയുമ്പോൾ രാധിക എടുത്ത് ഫോൺ കൊടുക്കാൻ വേണ്ടി വിജയലക്ഷ്മി പറയാണ്. അമ്മേ ദേ മാഡം ആണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുക കേട്ടോ. അമ്മ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ആദ്യം മടിക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ രാധിക ഫോൺ മേടിക്കുന്നുണ്ട്. ഹലോ എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്നെ ഓർമ്മയുണ്ടോ എന്ന്. ഞാൻ ചോദിക്കുന്നില്ല, കാരണം നിനക്ക് എപ്പോഴും എൻ്റെ മുഖം നിൻ്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിനാ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നത് എന്ന് മാറി നിന്നിട്ട് നമ്മുടെ രാധികാമ്മ ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് ഇത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്, ഇപ്പം ഞാൻ പഴയ പോലെയൊന്നും അല്ലെന്ന് പറയുമ്പോഴേക്കും രാധികാമ്മ പറയുന്നുണ്ട് എനിക്കൊരു സെക്കൻഡ് മതി നിന്നെ തകർക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് എന്നെ തകർക്കാൻ ഒരു സെക്കൻഡ് മതിയെന്ന്. പഴയ വിജയലക്ഷ്മി അല്ല ഇത്, നീ വിചാരിക്കണേക്കാളും അപ്പുറമായ എൻ്റെ റേഞ്ച്. പിന്നെ എനിക്കിപ്പോൾ ഒരു ആയുധമുണ്ട്, ഗീതു എന്നുള്ള ആയുധം. ആ ആയുധം വെച്ച് നിങ്ങളുടെ കുടുംബം ഞാൻ കുളന്തോണ്ടാനായിട്ട് സാധിക്കും, എനിക്ക് കാണിച്ചു തരാൻ നിന്നെ എന്ന് രാധികാമ്മ പറയുമ്പോൾ ഞാൻ നിന്നെയും കാണിച്ചു തരാമെന്ന് വിജയലക്ഷ്മിയും പറഞ്ഞിട്ട് ഫോൺ വെക്കുക കേട്ടോ. ശേഷം നമ്മുടെ രാധികാമ്മ ഫോണായിട്ട് ഗീതുവിൻ്റെ അടുത്ത് പോവുകയാണ്, ഫോൺ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കാഞ്ചന ചോദിക്കുന്നുണ്ട് പരിചയക്കാരായിട്ട് സംസാരിച്ചിട്ടും മാമിയുടെ മുഖത്തെന്താ ഒരു തെളിച്ചുമില്ലാത്തത് എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് രാധികാമ്മ ഒന്നും മിണ്ടുന്നില്ല. എന്തൊക്കെ സംസാരിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുവാണ് നമ്മുടെ രാധികാമ്മ. ആ സമയത്ത് കാഞ്ചന പറയുന്നുണ്ട് ഈ വിജയലക്ഷ്മിയായിട്ട് എന്താ ഈ കുടുംബത്തിൽ ഇത്ര ബന്ധം? അന്ന് പ്രിയമോളുടെ 7ാം മാസത്തെ ചടങ്ങിന് ആഭരണങ്ങളൊക്കെ ആയിട്ട് വന്നില്ലേ, അത് ഈ വിജയലക്ഷ്മിയുടെ മകളായിരിക്കും, നമ്മുടെ ഗോവിന്ദ് മാമയുടെ ആദ്യ ഭാര്യ. എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കാഞ്ചന പറയാണ്. ഈ വിജയലക്ഷ്മിയുടെ ആദ്യ മോളെയാണ് നമ്മുടെ ഗോവിന്ദ് മാമ ആദ്യം കല്യാണം കഴിച്ചത്, അതുകൊണ്ടിട്ടാണ് ആ ഗോൾഡല്ല ഗീതുക്ക് കൊടുക്കാൻ വേണ്ടി വന്നത് എന്നിങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ രാധികമ്മക്ക് ആകെ ദേഷ്യം വരണം. അനാവശ്യം പറയുന്നോടി എന്ന് പറഞ്ഞിട്ട് കാഞ്ചനയുടെ മുഖം അട്ടിച്ച് പൊട്ടിക്കുക കേട്ടോ. മാമി എന്തിനാ മാമി എന്നെ തല്ലിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമത്തിൽ കാഞ്ചന അങ്ങോട്ട് പോവാണ്. അതിനുശേഷം പ്രിയ പറയുന്നുണ്ട് എന്തിനാമേ കാഞ്ചന ചേച്ചിനെ വെറുതെ തല്ലിയത് എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. ചേച്ചി തമാശക്കൊരെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗീതു പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് പോയി റെസ്റ്റ് ചെയ്യട്ടെ, കണ്ണേട്ടൻ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതുവിനെ മാറ്റി നിർത്തി രാധികാമ്മ ചോദിക്കുന്നുണ്ട് കണ്ണേട്ടനോ? നീ ഇതിനു മുമ്പ് കണ്ണേട്ടൻ എന്നല്ലല്ലോ അവനെ വിളിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ബാംഗ്ലൂർ വെച്ചുണ്ടാക്കിയ ഡീലാണ്, ഞാൻ മുതൽ കണ്ണേട്ടേന്നേ വിളിക്കുള്ളൂ. അമ്മക്ക് കണ്ണെന്ന് വിളിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ണേട്ടെന്ന് വിളിച്ചൂടെ? നിങ്ങൾ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ജാതിയാണ്, നിങ്ങൾക്ക് കണ്ണാന്ന് വിളിക്കുമ്പോൾ എനിക്ക് കണ്ണേട്ടാന്ന് വിളിക്കാൻ ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുവാണ്. ദേ നോക്ക്, നീ ഒരിക്കലും എൻ്റെ മോനെ കണ്ണേട്ടാന്ന് വിളിക്കണത് എനിക്കിഷ്ടമല്ല, കണ്ണൻ എന്നുള്ള വിളി എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് രാധികാമ്മ പറയുമ്പോൾ പിന്നെ നിങ്ങൾ അയാളെ ചതിക്കുകയല്ലേ, ആ മനുഷ്യനെ സ്നേഹം കാണിച്ച് ചതിക്കുകയല്ലേ, സ്വന്തം മോനാണെന്ന് പറഞ്ഞ് കണ്ടിട്ട് നിങ്ങൾ അയാളെ ചതിച്ച് അയാളുടെ സ്വത്തും പണവും തട്ടിയെടുക്കാൻ നോക്കുകയല്ലേ എന്നൊക്കെ ഗീതു പറയുമ്പോൾ എടി ദേ എൻ്റെ സ്നേഹത്തിനെ നീ വിലയിടാൻ നിൽക്കണ്ട നിന്നെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ കളികളും പൊളിച്ചെടുക്കും, അതിനുശേഷം ഞാനിനി ഇവിടെ നിന്ന് പോവുള്ളൂ, നിങ്ങളിവിടെ എന്തിനെ നിൽക്കണേന്നും നിങ്ങളുടെ കള്ളക്കളികളും എല്ലാം ഞാൻ കഥകളെല്ലായിടത്തും ഞാൻ പറയും എന്ന് പറയുമ്പോൾ രാധികാമ്മ പറയുന്നുണ്ട് അങ്ങനെ നീ പറയുമെങ്കിൽ എനിക്ക് പറയാനും കുറച്ച് കഥകളുണ്ട്. ഭർത്താവിൽ തൃപ്തിയിലായിട്ട് കാമുകൻ്റെ കൂടെ പോയ നിൻ്റെ കഥ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗീതു അത് കേൾക്കുമ്പോൾ ഷോക്ക് അടിച്ച പോലെ അങ്ങനെ നിൽക്കുക കേട്ടോ. എന്താടി ഞാൻ പറഞ്ഞ സത്യമല്ലേ? നല്ലൊരു ഭർത്താവ് ഉണ്ടായിട്ട് അയാളിൽ ഒരു തൃപ്തിയില്ലാതെ നീ പോയില്ലടി കാമുകൻ്റെ കൂടെ, നിന്നെ ശരിക്കും പറഞ്ഞാൽ ലോക്കൽ ക്ലാസ് പെണ്ണായിട്ടടി എല്ലാവരും കാണുള്ളൂ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കഥ പറഞ്ഞ എല്ലാവരും വിശ്വസിക്കും. കാരണം എന്താണെന്നറിയാവോ, ഈ കഥ സത്യമായതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം, നീ എത്രയൊക്കെ നല്ലതായിട്ട് ചമഞ്ഞാലും നിൻ്റെ ആ പേരുണ്ടല്ലോ പിഴച്ചവൾ, ആ പേര് ഒരിക്കലും പോവില്ല. നീ പിഴച്ചവൾ തന്നെയാടി. കാമുകൻ്റെ കൂടെ പോയിട്ട് അവൻ്റെ കൂടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഭർത്താവിൻ്റെ കൂടെ വന്നേക്കണം നാണമില്ലാത്തവൾ എന്നൊക്കെ പറയാണ്. ഗീതുക്ക് അത് കേട്ട് വളരെ വിഷമമായിട്ട് ഗീതു റൂമിലേക്ക് വരുവാണ്. ആ സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട് ഉറങ്ങാൻ പോവാണോ? അതിനു മുമ്പ് എനിക്ക് 2 കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. ആരോട് പറഞ്ഞിട്ടടി നീ എൻ്റെ അമ്മേനെ വിധവാന്ന് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. എൻ്റെ അമ്മേനെ നീ നാണം കെടുത്തിയില്ലേ? നിന്നെ ആരതി ഒഴിയാൻ വേണ്ടി പാവം എൻ്റെ അമ്മ വന്നപ്പോൾ നീ വിധവാന്ന് വിളിച്ച് കളിയാക്കിയല്ലേടി
എന്ന് പറയുമ്പോൾ ഞാൻ വിധവാന്ന് വിളിച്ചിട്ടൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ നീ വിളിച്ചു, നീയും കാഞ്ചനയും കൂടി അങ്ങനെ ആക്കി തീർത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട്, വിധവ എന്ന് പറഞ്ഞത് ചീത്ത വാക്കൊന്നല്ല. ഭർത്താവ് മരിച്ചാലും മനസ്സിൽ ഭർത്താവിൻ്റെ ചിത്രവും ഭർത്താവിൻ്റെ രൂപവും സൂക്ഷിക്കുന്ന പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ആ പേരിനോട് ഒരു അറപ്പും തോന്നത്തില്ല. നിങ്ങളുടെ അമ്മ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഭർത്താവ് മരിച്ചതോടുകൂടി അദ്ദേഹത്തെ മറന്നിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും അവരോട് അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, നീ എന്തായാലും എൻ്റെ അമ്മയടുത്ത് മാപ്പ് പറഞ്ഞേ പറ്റുമെന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, ശരി ഞാൻ മാപ്പ് പറയാം, വിധവാന്ന് വിളിച്ചതിന് ഞാൻ മാപ്പ് പറയാം, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ അമ്മ എന്നോട് മാപ്പ് പറയണം. എന്ത് കാര്യത്തിനെന്ന് ഗോവിന്ദ് ചോദിക്കുമ്പോൾ ഗീതു പറയുന്നുണ്ട്, എന്നെ അവൾ പിഴച്ചവളെന്ന് വിളിച്ചു, ഭർത്താവിൽ തൃപ്തിയില്ലാനായിട്ട് വേറെ കാമുകൻ്റെ കൂടെ പോയവളെന്ന് വിളിച്ചെന്ന് പറയുമ്പോൾ ഗോവിന്ദ് അത് വിശ്വസിക്കുന്നില്ല. നീ വെറുതെ ഇല്ലാത്തത് പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ രഘുരാം സാറ് നമ്മുടെ ഗോവിന്ദിനെ വിളിക്കുകയാണ്. ഹലോ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും, അതെ ഞങ്ങളൊരു പ്രതിസന്ധിയിലാണ്, എൻ്റെ മരുമകൻ്റെ പിടിപ്പുകേട് കാരണം ഞങ്ങളുടെ വീടും അതുപോലെ തന്നെ സംഭവങ്ങളും അതുപോലെ തന്നെ പണവും എല്ലാം തന്നെ വിജിലൻസ് എടുത്തുകൊണ്ട് പോകും. ഗോവിന്ദ് വിചാരിച്ചാൽ മാത്രമേ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് രഘുരാം പറയുമ്പോൾ അങ്കിളിന് എന്നോട് മുഖവരുടെ ആവശ്യമൊന്നുമില്ല, അങ്കിളിന് എന്ത് ഹെൽപ്പാണ് വേണ്ടത് എന്ന് നമ്മുടെ ഗോവിന്ദ് ചോദിക്കുമ്പോൾ രഘുരാം പറയുന്നുണ്ട്, എനിക്കറിയാം ഫിനാൻസിലും വിജിലൻസിലൊക്കെ ഗോവിന്ദിന് നല്ല പിടിപാടുണ്ടെന്ന്, ഈ കേസ് പുറത്തു പോവരുത്, എങ്ങനെയെങ്കിലുമൊക്കെ ഇത് തള്ളി തീർക്കണം ഗോവിന്ദിനെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഫിനാൻഷ്യലി എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷേ റെക്കമെൻഡ് ചെയ്യണത് എനിക്കൊട്ടും താല്പര്യമില്ല അങ്കിൾ എന്ന് പറയാനായിട്ട് താട്ടോ എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ കാണാം. ബൈ.